ബിഗ് ബോസ് മലയാളം സീസൺ 6 വലിയ അഴിച്ചുപണികൾ നടക്കാൻ പോവുകയാണ്. ഇതുവരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗെയിമിനെ മൊത്തത്തിൽ പൊളിച്ചടുക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ട്വിസ്റ്റുകൾ കൊടുക്കാൻ പോവുകയാണ്. ഗെയിമിനെ ചേഞ്ച് ചെയ്യിക്കാൻ പോവുകയാണ് എന്നുള്ള തരത്തിലുള്ള ഹിന്റുകളാണ് എപ്പിസോഡ് 26 നിന്നും ലഭിക്കുന്നത്. അവിടെ അതിനനുസരിച്ചുള്ള ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. നിലവിലുള്ള ടീമുകളൊക്കെ സ്പ്ലിറ്റ് ചെയ്യും, പലരും പല വഴിക്ക് പോവും, വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ അവിടെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഗെയിമിനെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ പോവുകയാണ്. അതിനുള്ള ഗൂഢാലോചനകൾ ചെയ്യുന്നത് ജാസ്മിനും ഗബ്രിയുമാണ്. കാരണം ഇത്തവണത്തെ ഈ ഒരു വീക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വീക്ക്ലി ടാസ്ക് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീം ഏതാണോ ആ ടീമിൽ നിന്നായിരിക്കും ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ഉണ്ടാവുക. ആ ക്യാപ്റ്റന് തീരുമാനിക്കാം ഇത്തവണത്തെ പവർ ടീമിൽ ആര് വരും എന്നുള്ളത്. ഓഫ് കോഴ്സ് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കുമ്പോൾ ഗബ്രീന്റെയും ജാസ്മിന്റെയും ആ ഒരു ചർച്ചയിൽ കാണുന്നത് അവർ രണ്ടുപേരും ചേർന്നിട്ട് എല്ലാ ടീമിനെയും പൊളിച്ചു മാറ്റി എല്ലാവരുടെയും സേഫ് സോണിനെ മാറ്റി ഷെല്ലുകളിൽ നിന്ന് എല്ലാവരെയും പുറത്തിറക്കി അവരുടെ ഗെയിം എന്താണെന്ന് കാണണം എന്നുള്ളതാണ് ജാസ്മിൻ പറയുന്നത്. ഗബ്രിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ജാസ്മിനും ഗബ്രിയും സ്പ്ലിറ്റ് ആവാൻ പാടില്ല, അവർക്ക് രണ്ടാൾക്കും പവർ റൂമിൽ വരണം. പക്ഷെ ജാസ്മിനെ സംബന്ധിച്ച് ജാസ്മിന് ക്യാപ്റ്റൻ ആവണം എന്നാണ് ആഗ്രഹം. സ്പ്ലിറ്റ് ആയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഗബ്രിക്ക് ജാസ്മിൻ ക്യാപ്റ്റൻ ആവാതെ ഇവർ രണ്ടുപേരും പവർ റൂമിലേക്ക് വരണമെന്നാണ് ആഗ്രഹം. അതുപോലെ ജാസ്മിൻ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ക്യാപ്റ്റൻ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അൻസിബയും മുടിയനും രണ്ടായിരിക്കും, ഡെൻ എന്ന ടീമിനെ പൊളിച്ചിരിക്കും. കാരണം എങ്കിലേ ഇവരുടെ രണ്ടുപേരുടെയും ഗെയിം എന്താണെന്ന് പുറത്തു വരുവുള്ളൂ എന്നതാണ് പറയുന്നത്. നിലവിൽ അൻസിബ ഒളിഞ്ഞും പാത്തും ഇരുന്ന് ഗെയിം കളിക്കുന്ന ഒരാൾ തന്നെയാണ്. ലൈവിൽ കറക്റ്റായിട്ടത് മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. എവിടെ ഇരിക്കുന്നോ അവിടെ ഇരുന്നുകൊണ്ട് ഗെയിം കളിക്കാൻ പറ്റും. ആരുടെയും അടുത്തേക്ക് അൻസിബയ്ക്ക് തേടി പോവേണ്ട ആവശ്യമില്ല. എല്ലാവരും അൻസിബേനെ തേടി വരുന്നു, അൻസിബ പറയേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു, അവരതുകൊണ്ട് അപ്പുറം പോയി ഗെയിം കളിക്കുന്നു. പക്ഷേ അതൊരു വലിയൊരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് ആയിരിക്കും. അൻസിബ ആ വീട്ടിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓളം ചില്ലറയൊന്നുമല്ല. ഇൻഡയറക്റ്റ് ആയിട്ട് നിന്നുകൊണ്ടിട്ടാണ് അൻസിബ കളിക്കുന്നത്, ഡയറക്റ്റ് ആയിട്ടുള്ള ഗെയിം അല്ല അൻസിബ കളിക്കുന്നത്. അതുപോലെ ഗബ്രി പവർ റൂമിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിന്റെ ഒരേ ഒരു റീസൺ ഗബ്രി പറയുന്നത്, പവർ റൂമിലാണ് ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കാനുള്ള സാധ്യത ഉള്ളതാണ് പറയുന്നത്. അവിടെയാണ് ആ ഒരു പവറിനോടൊപ്പം തന്നെ ഈ ഗെയിമിനുള്ള ചാൻസസ് കൂടുതലായിട്ട് കാണാൻ പറ്റും. നമ്മളെ പലരും ട്രിഗർ ചെയ്യുകയും അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഗെയിം കുറച്ചും കൂടെ മെച്ചപ്പെടും എന്നുള്ളതാണ് ഗബ്രി പറഞ്ഞു വെക്കുന്ന ഒരു പോയിന്റ്. ജാസ്മിൻ ആ ഒരു പോയിന്റിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ജാസ്മിന് ക്യാപ്റ്റൻ ആവണം എന്നതാണ് ജാസ്മിൻ പറയുന്നത്. ക്യാപ്റ്റൻസി ലഭിക്കുന്നത് വഴി വേറെ പല ഇതുമുണ്ട്. അതുപോലെ ജാസ്മിന് തീരുമാനിക്കാം ഇനി ആ വീട് എങ്ങനെ പോകണം എന്നുള്ളത്. അത്രയും ആ ഒരു ലെവൽ വരെ ജാസ്മിൻ ചിന്തിച്ച് കളിക്കുന്നുണ്ട്. ജാസ്മിൻ നല്ലൊരു മൈൻഡ് ഗെയിമർ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളും സ്പ്രെഡ് ആവുന്നുണ്ടെങ്കിലും അത് ജാസ്മിന്റെ ഗെയിമിനെ മറ്റൊരു തരത്തിലാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ജാസ്മിൻ ഒരിക്കലും മൈൻഡ് ഗെയിം വിട്ടിട്ട് കളിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇതിപ്പോൾ എപ്പിസോഡ് നമ്പർ 26, 25ാമത്തെ ദിവസമാണ്. 15 കണ്ടസ്റ്റൻസ് ആണ് ഇപ്പോൾ ആ വീട്ടിലുള്ളത്. എല്ലാവരും ഗെയിം ഇങ്ങനെ പയ്യെ പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് വരാതെ നിൽക്കുന്നവരുമുണ്ട്. ശ്രീതു ഒക്കെ എല്ലാവരെയും ഒബ്സർവ് ചെയ്തുകൊണ്ട് പയ്യെ ഗെയിമിനെ പുറത്ത് കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതുപോലെ പലരും സേഫ് ഗെയിം കളിക്കുന്നുണ്ട്, ഷെല്ലിൽ നിന്ന് പുറത്ത് വരാതിരുന്നുകൊണ്ട് ഗെയിം കളിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് മോശം രീതിയിലുള്ള അല്ലെങ്കിൽ ക്രൂക്കഡ് ആയിട്ടുള്ള, മോശം രീതി എന്ന് പറയാൻ പറ്റില്ല, ബിഗ് ബോസ് ആണ്, എങ്ങനെ വേണമെങ്കിലും അവർക്ക് കളിക്കാം, ക്രൂക്കഡ് ആയിട്ടുള്ള ഗെയിം കളിക്കുന്നവരുണ്ട്. അതുപോലെ അപ്പോൾ ഇന്നലത്തെ 26ാമത്തെ എപ്പിസോഡിന്റെ ഏറ്റവും രാവിലെ തന്നെ ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യമുനയും ശ്രീരേഖയും ഓൾറെഡി ഒരു പ്രശ്നം കഴിഞ്ഞ് ഒരു വിള്ളൽ സംഭവിച്ചതിന് ശേഷം വീണ്ടും ജോയിൻ ആയിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ആ ഒരു കോംബോ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഒരു ചാൻസ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അതിനുള്ള വഴി തെളിച്ചത് അൻസിബ തന്നെയാണ്. അതെന്താന്ന് വെച്ചാൽ, രാവിലെ ശ്രീരേഖ പോയി അടുക്കളയിൽ നോക്കുമ്പോൾ ഗ്യാസ് ഓൺ ആയിരുന്നു എന്നുള്ള കാര്യം പറയുകയും, അപ്പോൾ ആ ഒരു സമയത്ത് യമുന അതിൽ പറയുന്നുണ്ട് ഗ്യാസ് ഓൺ ആണോ, എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല എന്നുള്ള രീതിയിൽ യമുന മൈൻഡ് ചെയ്യാതെ പോകുമ്പം ശ്രീരേഖ ഇന്നത്തേക്കുള്ള വിഷയമായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെറിയൊരു മുറുമുറുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അൻസിബ അവിടെ വെറുതെ വന്നിരുന്ന യമുനയോട്, ചേച്ചിയെ സമ്മതിക്കണം, ചേച്ചി ഇങ്ങനെ കിച്ചണിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് സമ്മതിക്കണം, കാല് വയ്യാതെ ആണെങ്കിലും
നിൽക്കുന്നുണ്ട്, പക്ഷെ ചേച്ചി ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ യമുനയുടെ മനസ്സിലേക്ക് മറ്റാരും ഇതിലൊന്നും ഇന്റർഫിയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇടപെടുന്നില്ല, താൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ആ ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ ആ ഒരു ഇൻസെക്യൂരിറ്റി ഇൻജെക്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു അൻസിബ. അത് പക്കായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതിന്റെ പേരിൽ യമുന അല്ലെങ്കിലും യമുനയുടെ ക്യാരക്ടറും ആ ഒരു രീതിയിലാണ്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ധാർഷ്ട്യം ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് യമുന കാണിക്കാറുള്ളത്. അപ്പൊ യമുന ആ ഒരു ഇത് വെച്ചുകൊണ്ട് തന്നെ കിച്ചണിലെ ഡ്യൂട്ടീസ് ഒന്നും ചെയ്യാതെ അവിടെ പോയിരിക്കുകയും അപ്പോൾ ആ സമയത്ത് ശ്രീരേഖ വന്നിട്ട് ചേച്ചി ഒന്നും ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുന്നതും അതുവഴി ഇവർ തമ്മിലുള്ള ആ കോൺവെർസേഷൻ കൂടുന്നതും. അപ്പോൾ ശ്രീരേഖ ഇന്നലെ വയ്യ എന്ന് പറഞ്ഞ സമയത്ത് യമുന ചായ ഇട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ശ്രീരേഖയെ കൊണ്ട് ചായ ഇടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് ശ്രീരേഖയ്ക്ക് മൈൻഡ് കിടക്കാൻ, ശ്രീരേഖയുടെ ഗെയിം അങ്ങനെയാണ്. ഒരു കാര്യവും ഗെയിമിന്റെ ഭാഗമായിട്ട് വിട്ട് കളയുന്ന ഒരാളല്ല പുള്ളിക്കാരി, അതെല്ലാം മൈൻഡിൽ വെച്ചുകൊണ്ട് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ഇതിനെ വെച്ചുകൊണ്ടിട്ട് ശ്രീരേഖ അതിനെതിരെ പ്രതികരിക്കുകയും തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഗബ്രി എല്ലാവരോടും ലൗഡായിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഗബ്രി പറയുകയാണ്, ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് അൻസിബയാണ്. അൻസിബ ഒരാളാണ് ഇതിനുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. യമുനയെ ഇന്നലെ സംസാരിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കിയത് അൻസിബയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രി അൻസിബയുടെ ഗെയിമിനെ പുറത്തേക്ക് എടുത്തിടാൻ നോക്കുന്നുണ്ട്. പക്ഷെ പകുതി പേരും ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ആ വീട്ടിൽ ആരും തന്നെ അൻസിബയ്ക്ക് ഇങ്ങനെ ഒരു ഫേസ് ഉള്ളതായിട്ട് പലരും കണ്ടിട്ടില്ല. വളരെ ചുരുക്കം പേരെ ആ ഒരു മുഖത്തെ കണ്ടിട്ടുള്ളൂ. അതുപോലെ അപ്പോൾ ആ ഒരു സമയത്ത് ഋഷി വന്നിട്ടൊരു കമന്റ് ചെയ്യുന്നുണ്ട്, എല്ലാം കൂടി ഒറ്റയടിക്ക് കത്തിപ്പോവട്ടെ എന്ന് വിചാരിച്ച് ആരോ മനഃപൂർവ്വം ഗ്യാസ് ഓണാക്കി ഇട്ടതാണ്, ഇന്റൻഷനലി ചെയ്തതാണ്, മടുത്തിട്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരാമർശം മുടിയനും പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ അൻസിബയുടെ ഗെയിമിനെ കൂടുതൽ പുറത്തേക്ക് ഇടിക്കാനാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും ആ ഒരു പവറും അല്ലെങ്കിൽ അവർ കളിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഇതും നേടാനുള്ള യൂസ് ചെയ്യാനുള്ള സാധ്യത. പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീക്ക്ലി ടാസ്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ചെയ്തത് ഗബ്രിയും ജാസ്മിനും തന്നെയാണ്. അവർ ബുദ്ധി ഉപയോഗിച്ച് കളിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ അതിനു മുമ്പത്തെ ടാസ്കുകളിൽ നല്ല രീതിയിൽ ശ്രീരേഖയും ചെയ്തിട്ടില്ല എന്നല്ല, ചെയ്തിട്ടുണ്ട്. പക്ഷെ ശ്രീരേഖ എപ്പോഴും ഫിസിക്കൽ ആ ഒരു സ്ട്രെങ്ത് വെച്ച് മാത്രം കളിക്കുകയാണ്. പക്ഷെ ഇവരാണ് എപ്പോഴും ബുദ്ധി വെച്ച് കളിക്കുന്നത്. അതുകൊണ്ടിട്ട് ഇനി അവസാനമാകുമ്പോൾ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ടണൽ ഗ്രൂപ്പിൽ തന്നെ ഒരു വലിയൊരു വിള്ളൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഗബ്രിയും ജാസ്മിനും തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റിന് റെഡിയാണ്, ആരായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് റെഡിയാണ്. പക്ഷെ ശ്രീരേഖയ്ക്ക് അതിനൊരു ആഗ്രഹം വന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വിള്ളൽ ഉണ്ടാവാനും സ്പ്ലിറ്റഡ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്നലത്തെ 26ാമത്തെ എപ്പിസോഡിൽ കണ്ടുവച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗെയിം സ്പ്ലിറ്റ് ആവാൻ പോവുകയാണ്, ട്വിസ്റ്റഡ് ആവാൻ പോവാണെന്നുള്ളതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ രീതിയിലാണ് ഗെയിം പോകാൻ പോകുന്നത് എന്നുള്ളത്. ക്യാപ്റ്റൻ ആരാണെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റും. അത് അറിഞ്ഞതിന് ശേഷം ആണ് പറയാൻ പറ്റുള്ളൂ ഗെയിം ഏത് രീതിയിൽ പോകുമെന്നുള്ളത്. എന്തായാലും ബിഗ് ബോസിന്റെ സീസൺ 6 2.0 ആയിരിക്കും ഇനി വരാൻ പോകുന്നത്, അല്ലെങ്കിൽ പാർട്ട് 2 ആയിരിക്കും. ഇതുവരെ കണ്ട കാഴ്ചകളായിരിക്കില്ല ഇനി കാണാൻ പോകുന്നത്.